രാവിലെ എണീറ്റ സമയത്ത് തന്നെ നല്ല മഴ കേട്ടോ. മഴയും കൊണ്ടാണ് ഇന്ന് കുളിക്കാൻ പോകുന്നത്. അതും കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ചപ്പാത്തി നല്ല ചിക്കൻ കറി ഉണ്ട്, ഒരു കട്ടൻ ചായം കുടിച്ച് നേരെ ജോലിക്ക് പോവുകയാണ്. പോകുന്നിടക്ക് നമ്മളെ ചാലിയാറിൽ നല്ല വെള്ളം കൂടിയുണ്ട്. ഒപ്പം തന്നെ പ്രിയ സുഹൃത്തും ഭാര്യയും രാവിലെ തന്നെ കറങ്ങി അടിച്ച് വരുന്ന വഴിയാണ്. അങ്ങനെ എൻ്റെ മുന്നിലേക്ക് ചാടി. അവളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ട് തല താഴ്ത്തി. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച, നല്ല വളവാണ്. ഈ വളവെന്നൊക്കെ ബസ് പോകുന്നുണ്ടോ നിങ്ങൾ? എന്താണ് എല്ലാവരുടെ ജീവനും വിലയുണ്ട്, സമയത്തിനും വിലയുണ്ട്. എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വാഹനം ഓടിക്കുക കേട്ടോ. എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവരുടെ ജീവനും എല്ലാവരും വാല്യൂ കൊടുക്കണേ. എന്താണ് ഈ പോകുന്ന വഴിക്ക് മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം മഴക്കാലമാണ്, പല അപകടങ്ങളും കാത്തിരിക്കുന്നത് ഇതുപോലെയൊക്കെ കാര്യങ്ങളിലൂടെയാണ്. ഒപ്പം തന്നെ പോലീസുകാരും കൂടെയൊക്കെ കൂടി ട്രാഫിക്ക് നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്ത് ഹൈദരാബാദിൽ പോയതാട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, അത് ഞാൻ അതിലാണ് ആഡ് ചെയ്തു. ഒപ്പം തന്നെ സന്തോഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തോ വീഡിയോ ആണ് ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗം തകർന്നല്ലോ. അതിന്റെ കാരണം നമ്മുടെ മുഖ്യമന്ത്രി അതിലൂടെ പോയതാണ് പോലും. അതാണ് ഈ ട്രോളിലൂടെ പറയുന്നത്. എൻ്റെ കമന്റുകൾ വായിച്ചു ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കമന്റുകൾ വായിക്കണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് ചർച്ച നടത്തി കുറ്റം പറയുന്ന ഒരുപാട് കമന്റുകൾ വളരെ രസകരമായിട്ടാണ് വായിക്കാൻ. എന്താണ് നമ്മൾ വിഷ്ണുവേട്ടനെ കുറേ ദിവസമായി കണ്ടിട്ട് അങ്ങനെ വിഷ്ണുവേട്ടനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇനി നേരെ പോകുന്നതേ നമ്മുടെ സന്തോഷേട്ടൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നമ്മുടെ ബംഗ്ലാവുംകുന്നിൻ്റെ അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ വരാറുണ്ട്. അന്നൊന്നും ഇവിടെ പാസും കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് ഇന്നത്തെ പോലെ ഒരുപാട് ഉപദ്രവങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. എന്താണ് കുറച്ച് സമയം അതിലൂടെ നടന്നു. എന്താ വെച്ചാൽ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൂടെ കയറി നടന്നു. അന്ന് ഈ സ്റ്റെപ്പൊക്കെ വെച്ചാൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. ഇന്നതൊക്കെ ഇങ്ങനെ മൂടി അത് നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് സംരക്ഷിക്കാൻ ആരുമില്ല. മറ്റു ചില കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ കൂടുതൽ ശ്രദ്ധ. എന്താണ് നമ്മുടെ ചേച്ചിയുടെ കടയിൽ ഇതിലൂടെ പോകുന്ന സമയത്ത് ചേച്ചിയുടെ കടയിൽ കയറിയിട്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കും. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു കരിമ്പും വാങ്ങിയിട്ട് നേരെ ഇപ്പോൾ നമ്മുടെ ഷിഹാബ് ഖാൻ്റെ പായസക്കട ഉണ്ട്, അവിടെ നേരെ പോയിട്ട് ഒരു അടപ്രഥമൻ. അങ്ങനെ ഞാൻ അങ്ങനെ അധികം ഗ്ലാസ് ഒന്നും കുടിക്കാറില്ല. എന്തായാലും ഭയങ്കര രസമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കും. എന്തായാലും നമ്മുടെ സന്തോഷേട്ടൻ്റെ പായസം എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2-3 കുടിക്കും. അങ്ങനെ കൈ നീട്ടിയ സമയത്ത് വീടുകൾക്ക് നേരെ പോകുന്നത് നമ്മുടെ നിലമ്പൂരത്ത് ഗൂർക്ക കേട്ടോ. വാഹനമാണ് പോകുന്നത്. അങ്ങനെ അതും കണ്ട് ഞാൻ ഇന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സന്തോഷേട്ടൻ 2ാമത്തെ ഗ്ലാസ് വാങ്ങി കുടിച്ചു കേട്ടോ. കാരണം എനിക്കെന്താ വെച്ചാൽ മധുരം കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതും വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല മധുരം. അങ്ങനെ അതും കണ്ട് നേരെ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഈ ഒരു കാര്യം കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കണം വെച്ചാൽ നിലമ്പൂരിൻ്റെ കുറേ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണോ അല്ലെന്ന് നമുക്കൊന്നും അറിയില്ല. കാരണം വെച്ചാൽ ഇതൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ആരും ഇല്ലായിരുന്നു. ഒരാളുകൾ പറയുമ്പോൾ അത് നമ്മളിങ്ങനെ കേൾക്കണം, അത്രമാത്രം. എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് നമ്മുടെ പൂച്ചയുണ്ട് കേട്ടോ. പൂച്ചയുടെ മക്കളല്ലാതെ പൂച്ചയുടെ മക്കൾ 2 മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു നാട്ടിലെ പ്രസവിച്ച എല്ലാ പൂച്ചകൾക്കും പാൽ കൊടുക്കുന്നുണ്ട്. പാവം. എന്താണ് ചേച്ചി ഉണ്ടായിരുന്ന വീട്ടിൽ, ചേച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്ന് നേരത്തെ എത്തിയോണ്ട് തന്നെ പൂജാ റൂമ് കേട്ടൊരു പ്രാർത്ഥനയും കുറച്ച് ഭസ്മൊക്കെ തേച്ചാണ് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നേരെ നമ്മളെ പ്രിയ സുഹൃത്തിനെ റെയിൽവേക്ക് എത്തിച്ചു കൊടുക്കണം. പ്രിയ സുഹൃത്തുക്കളെ കൂടപ്പിറപ്പുകളായി എന്താണെങ്കിലും പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യം നമ്മുടെ പത്തിരിയും ഒപ്പം തന്നെ നല്ല ലിവർ കറി ഉണ്ട്, അതും കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് ഇനി നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാന്തുന്നൊക്കെ പറഞ്ഞാണ്, മാന്തിയിട്ടൊന്നുമില്ല, കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളത്തിൻ്റെ വില കൂടി അറിഞ്ഞൊരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ അധികമായിട്ട് വെള്ളമൊക്കെ പാഴാക്കുമ്പോൾ ശ്രദ്ധിക്കും. ഇതുപോലെ അവസ്ഥ നാളെ വരാതിരിക്കട്ടെ. കുറച്ച് സമയം കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. കുറേ നേരം നിന്നു. എന്താണെങ്കിൽ നമ്മുടെ രാജുഭായ് വന്നിട്ടുണ്ട്. ഇനി രാജുഭായിനെ നമ്മുടെ സന്തോഷേട്ടനെ റെയിൽവേയിൽ എത്തിച്ചു. അങ്ങനെ അവർ 2 പേരും തിരുവനന്തപുരത്തേക്ക് പോകണം. അവർക്ക് 2 പേർക്ക് ടാറ്റിങ് കൊടുത്ത് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിനോട് യാത്ര പറഞ്ഞു കേട്ടോ. ഇനി ഞാനും പ്രിയ കൂടപ്പിറപ്പ് അസീം കട കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഓരോ ദിവസവും ഒരുപാട് ഓർമ്മകൾ തന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.